ഇന്ന് ഞാനൊരു രാജകുമാരൻ്റെ കഥയും ആണ് പറയാൻ പോകുന്നത്. ഒരു രാജകുമാരൻ വേട്ടയാടാനായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. പോകുമ്പോൾ വേട്ടയാടി കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നും ദാഹിച്ചിട്ടും വയ്യ. അപ്പോൾ കൂടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം, മധുരമുണ്ട്, മറ്റതെല്ലാം ഉണ്ട്. അതൊക്കെ കഴിച്ചാന്ന് വിചാരിച്ചിട്ട് ആ പാത്രം തുറന്നപ്പോൾ ഉണ്ട് അത് മുഴുവൻ ഉറുമ്പ് തിന്നേക്കും. രാജകുമാരൻ നോക്കിയപ്പോൾ എല്ലാം ഉറുമ്പ് തിന്നേക്കാം. തുറന്ന് രാജകുമാരനെ കണ്ടപ്പോഴേക്കും ഉറുമ്പുകൾക്ക് പേടിയായി. ഇനിയിപ്പോൾ ഉറുമ്പിനെ എല്ലാവരും അടിച്ചു കൊല്ലും രാജകുമാരൻ എന്ന് വിചാരിച്ചു. അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഉറുമ്പുകൾ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല, നിങ്ങൾ കഴിച്ചോളൂ, അതെല്ലാം കഴിച്ചോളൂ, എല്ലാം കഴിച്ചോളൂ കേട്ടോ അതൊക്കെ പറഞ്ഞു. അപ്പം ഉറുമ്പുകൾക്ക് സന്തോഷമായി കേട്ടോ. ഉറുമ്പുകൾക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കഴിച്ചു. രാജാവ് അവിടെ ഇങ്ങനെ വിശ്രമിക്കുമ്പം ഈ ഉറുമ്പിൻ്റെ രാജ്ഞി എന്ന് രാജകുമാരൻ്റെ ചെവിയിൽ പറഞ്ഞു, നീ താരറാണിയെ കല്യാണം കഴിക്കണം കേട്ടോ. താരറാണി എന്ന് പറഞ്ഞാൽ നല്ലൊരു സുന്ദരിയുണ്ട്, അതിനെ കല്യാണം കഴിക്കണം കേട്ടോ. അപ്പം രാജകുമാരൻ അപ്പോഴാണ് താരറാണിയെ പറ്റി താരറാണി ആരാ? താരറാണി ഒന്ന് കാണണമല്ലോ, ഇത്ര സുന്ദരിയാണെങ്കിൽ. അങ്ങനെ താരറാണി അന്വേഷിച്ച കാട്ടിക്കൂടെ നടക്കുമ്പോൾ വലിയൊരു കരച്ചിൽ കേൾക്കും. കരച്ചിൽ നോക്കിയപ്പോൾ ആരാ? ഒരു നരി. എല്ലാവരും പേടിച്ചോടും നരിയെ കണ്ട. നോക്കിയപ്പോൾ വേദനിച്ചിങ്ങനെ കരയുക. താരറാണി വേഗം രാജാവ് വേഗം ചെന്ന് ആ നരിയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ പഴുപ്പൊക്കെ മാറ്റി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഒരു തുണി കൊണ്ടൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പം ഭയങ്കര സന്തോഷമായി നരിക്ക്. നരി പറഞ്ഞു, നിനക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ? രാജകുമാരൻ എന്താ ചെയ്തു തരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, എനിക്ക് താരറാണിയുടെ അടുത്ത് പോവാൻ വഴി കാട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നരി പറഞ്ഞു, അയ്യോ എനിക്ക് അവിടെ വരെ നടക്കാൻ പറ്റില്ല, എൻ്റെ കാലൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, കുട്ടിയിരിക്കുകയല്ലേ. ഞാനൊരു കാര്യം പറയാം. ആ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഇങ്ങനെ താരറാണിയുടെ അടുത്ത് പോകണം. അപ്പോൾ പോകുമ്പോൾ എനിക്ക് പായ തരണം, പിന്നെ മാന്ത്രിക പായ ഉണ്ട് അത് തരണം, പിന്നെ മാന്ത്രിക കൂജയുണ്ട്, മാന്ത്രിക പാത്രമുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് സന്യാസിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ താരറാണിയെ കാണണമെന്നുണ്ട്, എനിക്കിതൊക്കെ തരുമോ എന്ന് ചോദിച്ചു. മാന്ത്രികപ്പായയും മാന്ത്രിക കൂജയും മാന്ത്രിക പാത്രമൊക്കെ തരുമോ ചോദിച്ചു. അപ്പോൾ രാജകുമാരനെ കണ്ടപ്പോൾ സന്യാസിക്ക് നല്ല സന്തോഷം തോന്നി. നല്ലൊരു മനുഷ്യനാണല്ലോ, രാജാവാണെന്നൊന്നും അറിയില്ല, രാജകുമാരനാണെന്നും അറിയില്ല, തരാലോ എന്ന് പറഞ്ഞാൽ കൊടുത്തു. അപ്പം പറഞ്ഞു, ആ പായയുടെ മുകളിലിരുന്ന് പായയോട് പറഞ്ഞാൽ മതി എങ്ങടാ പോകണ്ടേന്ന്. അപ്പോൾ അത് ആകാശത്ത് കൂടെ പായേ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ പായയുടെ മുകളിലിരുന്ന പായ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ കൂജയുടെ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ വെള്ളം വരും. മറ്റു പാത്രത്തിൽ എന്താ വേണ്ടതെന്ന് ആവശ്യമുള്ളത്, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം എന്താ വെച്ചാൽ തരും. അങ്ങനെ അതൊക്കെ കൊടുത്തു. അതൊക്കെ കൊണ്ട് അങ്ങനെ പോയി താരറാണിയുടെ പട്ടണത്തിലെത്തി. പട്ടണത്തിലെത്തിയപ്പം പട്ടണമൊക്കെ നല്ല ഭംഗിയുണ്ട്, എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ഭയങ്കര ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ പട്ടണത്തിൽ താമസിക്കണ്ടേ, താരറാണിയെ കാണാൻ താമസിക്കണ്ടേ. അങ്ങനെ താരറാണിയെ കാണാനായിട്ട് ആരെങ്കിലും വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞപ്പം ആ പട്ടണത്തിൽ ആരും സമ്മതിക്കണില്ല. ഈ പട്ടണത്തിൽ ആരെയും പുതിയ ആൾക്കാരെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. ആരെയും പുതിയതായിട്ടുള്ള ഒരാളെയും താമസിപ്പിക്കാൻ പറ്റില്ല. അയ്യോ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടൊരു വൃദ്ധ. ആ വൃദ്ധ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നോളൂ, ഞാൻ താമസിപ്പിക്കാം. പക്ഷെ എൻ്റെ വീട്ടിൽ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ല, എനിക്ക് തന്നെ ഒന്നുമില്ല, ഞാൻ വളരെ ദരിദ്രയാണ്. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അതൊക്കെ ഞാൻ തരാം, നമുക്ക് രണ്ടുപേർക്കും കൂടി സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വൃദ്ധയുടെ വീട്ടിൽ ചെന്നിട്ട് അതൊക്കെ പായയിലാട്ടോ കൊണ്ടുപോകണേ. പായയിലിങ്ങനെ ഇരുന്നിട്ട് പായയിലിരുന്നിങ്ങനെ പറയും, പായേ എന്നെ കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ അതിങ്ങനെ പറന്ന് ആകാശത്ത് കൂടെ പറന്ന് അവിടെ എത്തും. അവിടെ ചെന്നിട്ട് അപ്പോൾ വൃദ്ധയുടെ അടുത്ത് പറഞ്ഞു, അവിടെ ഇരുന്നോളൂ, ഞാൻ എല്ലാം തരാം എന്ന് പറഞ്ഞിട്ട് പൂജയോട് പറഞ്ഞു, വെള്ളം വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളം നിറച്ചു വന്നു. അത് പാത്രത്തിനോട്
ഭക്ഷണം വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിറച്ചു ഭക്ഷണം, നല്ല സ്വാദുള്ള, ഇതുവരെ കഴിച്ചിട്ടേയില്ല വൃദ്ധ. അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ താരറാണിയെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട്, എത്ര ഇരുട്ടായിട്ട് ഇവിടെ എന്താ വിളക്ക് കൊളുത്താത്തേ ചോദിച്ചു വൃദ്ധയോട്. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ഈ പട്ടണത്തിൽ ആരും വിളക്ക് കൊളുത്തില്ല. ഇപ്പം അതേ കണ്ടോളൂ, താരറാണി ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ലാത്താൻ വരും. അപ്പം എല്ലാ ദിക്കിലും പ്രകാശം ഇങ്ങനെ വരുന്നു. അയ്യോ അങ്ങനെയോ എന്നൊക്കെ നോക്കി നിൽക്കുമ്പോണ്ട് പ്രകാശം, പട്ടണം മുഴുവൻ പ്രകാശം. താരറാണി ഇങ്ങനെ വന്ന് ഇങ്ങനെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴേക്കും എല്ലാ ദിക്കിലെ ലൈറ്റുകൾ മുഴുവൻ ഭയങ്കര വെളിച്ചം, താരറാണിയുടെ വെളിച്ചം. ആ പട്ടണം മുഴുവൻ താരറാണിയുടെ വെളിച്ചം. സന്തോഷമായി എല്ലാവർക്കും കേട്ടോ. രാജകുമാരൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. ഇവിടുന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ താരറാണി ആ പൂന്തോട്ടത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നപ്പം പായോട് പറഞ്ഞു, പായേ എന്നെ ആ താരറാണിയുടെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി, ആ കൊട്ടാരത്തിൽ കൊണ്ടുപോയി താരറാണിയുടെ അടുത്ത് എത്തിക്കാമോ ചോദിച്ചു. പായ കയറിയിരുന്ന് പായോട് പോകാൻ പറഞ്ഞു. പായ വേഗം പറന്ന് താരറാണിയുടെ കിടക്കുന്ന മുറിയിൽ കൊണ്ടാക്കി. അപ്പം ഈ കൂടെ പോകുമ്പോഴൊക്കെ ഈ കൂജയും പാത്രമൊക്കെ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കണ്ടപ്പോൾ താരറാണി ഉറങ്ങണു. വേഗം ആ താരറാണി ഉറങ്ങണ കണ്ടപ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. എനിക്ക് ഈ കുട്ടിയെ കല്യാണം കഴിക്കാണ്ട് പറ്റില്ല എന്ന് രാജകുമാരന് തോന്നിയിട്ടോ. എന്നിട്ട് രാജകുമാരൻ അവിടെ നിന്നിട്ട് ആ പാത്രത്തിനോട് പറഞ്ഞു, നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ വരട്ടെ എന്ന്. അപ്പോൾ പാത്രത്തിൽ നിന്ന് നല്ല ഭംഗി, ഇതുവരെ കാണാത്ത വസ്ത്രങ്ങളൊക്കെ ഇട്ട് അങ്ങനെ വന്നു തുടങ്ങി രാജകുമാരിക്ക് കൊടുക്കാനായിട്ട്. അപ്പം എന്നിട്ടിങ്ങനെ രാജകുമാരിയുടെ കാലിൽ ഇങ്ങനെ ഉമ്മ വെച്ചപ്പോൾ ഞെട്ടി ഉണർന്നു താരറാണി. ആരാ അതെന്നൊക്കെ ചോദിച്ച് എണീറ്റു. അപ്പം പറഞ്ഞു, ഞാനിങ്ങനെ രാജകുമാരനാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. അപ്പം അയ്യോ എന്ന് പറഞ്ഞപ്പോഴേക്കും താരറാണിയുടെ അച്ഛൻ വന്നിട്ട്, ആരാത് ഈ മുറിയിൽ കിടന്ന് സംശയം, ആരാത് കള്ളനാണോ എന്നൊക്കെ ചോദിച്ചു. അല്ല, ഞാൻ കള്ളനൊന്നുമല്ല, ഞാനൊരു രാജകുമാരനാണ്, എനിക്ക് താരറാണിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെയൊന്നും കല്യാണം കഴിക്കാനും പറ്റില്ല, ഞാൻ ധീരനായിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കുള്ളൂ, എൻ്റെ മകൾക്ക് കൊടുക്കുള്ളൂ. അതിന് ആദ്യം തന്നെ വേണ്ടത് ഇവിടെ 3 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്ന്, എള്ളുമഴ ഉണ്ടാക്കണം. എള്ളുകൊണ്ട് ഇങ്ങനെ ഭയങ്കര മഴ ഉണ്ടാക്കണം. എള്ളിങ്ങനെ നിറയെ ഒഴുകണം. എള്ളും മഴ പോലെ ഒഴുകിപ്പോണം. പിന്നെന്താ ചെയ്യണ്ടേ? പിന്നെ പിന്നെ എൻ്റെ 2 മല്ലന്മാരുണ്ട്, അവരെ കൊല്ലണം. ആ മല്ലന്മാരെ കൊല്ലണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു പൈപ്പ് തരാം, അത് ആകാശത്ത് നിന്ന് ഊതണം, ഊതി പാട്ടൊക്കെ പാടിക്കണം. അപ്പം രാജകുമാരൻ പറഞ്ഞു, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എള്ളിൻ്റെ കടലാണ്, മഴ പോലെ കടൽ പോലെ എള്ളുമഴ ഇങ്ങനെ ഒഴുകണം. അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോഴേക്കും ആദ്യം ഉണ്ടായിരുന്നില്ലേ ഉറുമ്പിൻ്റെ രാജ്ഞികളൊക്കെ കൂടി വന്ന് എള്ളിൻ്റെ മഴ കടൽ പോലെ അങ്ങടാക്കി. അത് കഴിഞ്ഞ് മല്ലന്മാരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നരി വന്നു. നരിയുടെ കുടുംബം മുഴുവൻ വന്ന് ആ മല്ലന്മാരെയൊക്കെ ഇടിച്ച് ചവച്ച് തിന്ന് അവരെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുഴലൂതണ്ടേ, കുഴലൂതാറായപ്പോൾ പായയുടെ പുറത്ത് കയറി ആ കുഴലെടുത്തിട്ട് രാജകുമാരൻ പറഞ്ഞു, എന്നെ ഒന്ന് ആകാശത്തേക്കാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പായ പൊന്തി ആകാശത്തേക്കാക്കി. ആകാശത്ത് നിന്ന് ഉറക്കെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി, കുഴൽ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും രാജകുമാരൻ്റെ താരറാണിയുടെ അച്ഛന് ഭയങ്കര സന്തോഷമായി. നീ വരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് 2 പേരെയും കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിച്ചു. ഇതാണ് താരറാണിയുടെ കഥ. കഥ ഇഷ്ടമായോ? ഇനിൻ്റെ കുറേ കഥകളുമായിട്ട് മുത്തശ്ശി വരാട്ടോ.